തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇനി മുതൽ ഒ പി ടിക്കറ്റിന് 10 രൂപ ഈടാക്കും. ആശുപത്രി വികസന സമിതിയുടേതാണ് തീരുമാനം. മുൻപ് ഒ പി ടിക്കറ്റ് സൗജന്യമായിരുന്നു. ജെ ബി വിവരങ്ങളുമായിട്ട് ജിബിൻ, എന്ന് മുതലാണ് ഇത് പ്രാവർത്തികമാക്കുന്നത്? എന്തെങ്കിലും എതിർപ്പുകളുണ്ടോ? ഇന്ന് ഇപ്പോൾ വൈകുന്നേരം ചേർന്ന ആശുപത്രി വികസന സമിതിയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ യോഗത്തിലാണ് ഈ ഒ പി ടിക്കറ്റിന്റെ ഫീസ് വർദ്ധിപ്പിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇത് എന്നു മുതലാണ് പ്രാവർത്തികമാക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് അന്തിമ തീരുമാനം വന്നിട്ടില്ല. കാരണം ഇത് സംബന്ധിച്ച് ഈ ഒ പി ടിക്കറ്റ്, കാരണം മെഡിക്കൽ കോളേജിൽ തുടങ്ങിയ നാൾ മുതൽ തന്നെ ഒ പി ടിക്കറ്റിന്റെ നിരക്ക് സൗജന്യമായിരുന്നു. അതാണ് ഇപ്പോൾ 10 രൂപയാക്കി വർദ്ധിച്ചിരിക്കുന്നത്. ഈ യോഗത്തിന്റെ തുടക്കത്തിൽ ഇത് 20 രൂപ ആക്കണമെന്നാണ് കളക്ടറുടെ പ്രതിനിധി ഉൾപ്പെടെയുള്ളവർ അറിയിച്ചിരുന്നത്. എന്നാൽ പ്രതിപക്ഷത്തിന്റെ കൂടി ഒരു ബഹളം കണക്കിലെടുത്താണ് ഇതിപ്പോൾ 10 രൂപയാക്കിയിരിക്കുന്നത്. എന്ന് മുതലാണ് ഇത് പ്രാവർത്തികമാക്കുക എന്നുള്ള കാര്യം ഇനി അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത്. കാരണം മുൻപും ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഒ പി ടിക്കറ്റ് നിരക്കും അതുപോലെ ICU വെന്റിലേറ്റർ സേവനങ്ങൾക്ക് ഫീസ് വർദ്ധിപ്പിക്കാൻ ഒരു തീരുമാനമുണ്ടായിരുന്നു. അന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ട് അതുപോലെ മാധ്യമ വാർത്തകളെയൊക്കെ തുടർന്നാണ് ആ ഒരു നീക്കം പിൻവലിച്ചിരുന്നത്. സമാനമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. കാരണം മെഡിക്കൽ കോളേജ് ആശുപത്രി എന്ന് പറയുന്നത് ഒരു റെഫർ ആശുപത്രിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒ പി ടിക്കറ്റ് ഈടാക്കാൻ സാധിക്കില്ല. ഈ ഒരു സമയത്താണ് ഇപ്പോൾ ഇവർ ഒ പി ടിക്കറ്റിന് 10 രൂപയാക്കി വർദ്ധിച്ചിരിക്കുന്നത്. പക്ഷേ BPL 10 രൂപയാക്കുന്നു. അപ്പോഴും BPL വിഭാഗത്തിന് സൗജന്യമായിരിക്കുമെന്ന് തന്നെയാണ് അറിയുന്നത്. എന്നു മുതലാണ് എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടുള്ള ജിബിൻ.